താള് കറി ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിക്കേ. ഞാൻ ശീമച്ചേമ്പിൻ്റെ തണ്ടാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ കട്ടിയുള്ള തോലൊക്കെ ചീകിക്കളയണം. അത് കഴിഞ്ഞിട്ട് അതൊന്നുകൂടെ നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് ചെറുതായി അരിഞ്ഞെടുക്കണം. 2 സവോള പൊടിയായി അരിഞ്ഞത്, പിന്നെ കുറച്ചധികം കാന്താരിമുളക് വേണം നല്ല എരിവിന് വേണ്ടിയിട്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഇതിന് വേണ്ടത്. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ആദ്യം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി അതൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടതിന് ശേഷം ഇഞ്ചി ഇടുക, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പോൾ നമുക്ക് കാന്താരിമുളക് ഇട്ട് നന്നായിട്ട് ഇളക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയില്ലേ, അതൊന്ന് ഇട്ടിട്ട് അതിനെ വഴറ്റണം. അത് വഴറ്റിയിട്ട് നമുക്കതിനകത്ത് ലേശം മഞ്ഞൾപ്പൊടി, ഒത്തിരി വേണ്ട, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ താള് നമുക്ക് ഇട്ട് കൊടുക്കാം. താളിട്ട് കൊടുത്ത് അതും ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം 1 കപ്പ് തേങ്ങായും കൂടെ ഇട്ട് അടച്ച് വെക്കാതെ നമുക്ക് അത് പാകം ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ചട്ടിയുടെ അടിയിലൊക്കെ പിടിക്കും. അങ്ങനെ മൂടി വെക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഉപയോഗിക്കാം. നല്ല രുചിയാണ്.